എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ളൊരു ഐസ്ക്രീമുമായിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോബാറാണ്. ചോക്കോബാർ നമ്മൾ തയ്യാറാക്കുന്നത് ചോക്ലേറ്റും അരിപ്പൊടിയും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് ചോക്കോബാർ എങ്ങനെയാണ് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പാലെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 500 ml പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാലുണ്ടത്. ഈ പാല് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ പാലെടുക്കുമ്പോൾ ഫുൾ ക്രീം മിൽക്ക് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ടിയുള്ള പാല്, ഇപ്പോൾ നാടൻ പാലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണെങ്കിൽ അതെടുക്കുക. അല്ല നിങ്ങൾ പാക്കറ്റ് പാലാണ് വാങ്ങുന്നതെങ്കിൽ ഏറ്റവും കട്ടിയുള്ള പാക്കറ്റ് പാല് നോക്കി തന്നെ വാങ്ങുക. സാധാരണ കൊഴുപ്പ് കുറഞ്ഞ പാലെടുത്താൽ ഐസ്ക്രീം അത്ര പെർഫെക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഐസ്ക്രീം പെർഫെക്റ്റായിട്ട് വന്നില്ല, സാധാരണ കൊഴുപ്പ് കുറഞ്ഞ പാലാണ് എടുത്തത്, അതാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, നല്ല കട്ടിയുള്ള പാൽ വേണം നമ്മൾ ഐസ്ക്രീം എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ പാല് ചെറുതായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ പാലിൻ്റെ കൊഴുപ്പ്, അതായത് നമ്മുടെ നെയ്യൊക്കെ പറ്റി പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാലിന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ പാലിൽ നിന്ന് കുറച്ച് പാൽ, അതായത് ഒരു 1/2 കപ്പ് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് അരിപ്പൊടി വേണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാലിൽ 1/4 കപ്പ് അരിപ്പൊടി, ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിപ്പൊടിയും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടകളൊന്നും കെട്ടാത്ത രീതിയിൽ നല്ല ലൂസായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ പാലിൻ്റെയും അരിപ്പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഐസ്ക്രീമിനനുസരിച്ച്, നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റിയാണ് ഐസ്ക്രീം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ 1/4 കപ്പ് അരിപ്പൊടിക്ക് 1/2 ലിറ്റർ പാല്. അപ്പം നിങ്ങളിനിയിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ അതിന് 1/2 കപ്പ് അരിപ്പൊടി എടുക്കുക. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ അരിപ്പൊടിയുടെ മിക്സ് നമ്മുടെ പാലിലേക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ സാധാരണ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് ആ പാലിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പാല് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങും. പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ പാല് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്, അല്പാൽപമായിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിനു മുമ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നു. അത് പലരും ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞു, നന്നായി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇങ്ങനെ ചോക്കോബാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മതി. ഈ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കുക. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി വെച്ചാൽ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മളിപ്പോൾ അരിപ്പൊടിയുടെ കൂട്ട് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഗോതമ്പ് പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് കുറുകി വരും. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഗോതമ്പ് പൊടി ഒരു 5 മിനിറ്റിൽ കുറുകി വരികയാണെങ്കിൽ അരിപ്പൊടി ഒരു 10 മിനിറ്റ് എടുക്കും കുറുകി വരാനായിട്ട്. അത്രയും ഒരു ടൈമിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടൈം ഡിഫറൻസാണ് മെയിനായിട്ട് ഇതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നന്നായിട്ട് പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 5-8 മിനിറ്റ് എടുത്തു ഈ ഒരു ഫോമിലേക്ക് എത്താനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ തണുത്ത് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടയാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്റ്റവിൽ വെച്ച് കട്ടയാക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തണുത്ത ശേഷം ഇത് കുറച്ച് കട്ടയാവും. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കട്ടയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഹൈ സ്പീഡിലിട്ട് അടിക്കണം. അപ്പോൾ ഹൈ സ്പീഡിൽ ഒരു 2 മിനിറ്റ് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എപ്പോഴും ഐസ്ക്രീമിനൊക്കെ വേണ്ടി നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഹൈ സ്പീഡിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് മിക്സർ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അതും ഒരു 5 മിനിറ്റൊക്കെ നേരം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോക്കോബാർ വാനില ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ അരിപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല, ഒട്ടും തന്നെ ഉണ്ടാവില്ല, ആരും അറിയ പോലുമില്ല നമ്മൾ അരിപ്പൊടി വെച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിൽ ഒരു 2 മിനിറ്റോളം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ നേരം ഇത് വെക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ നിങ്ങൾ ഫ്രീസറിൽ ഐസ്ക്രീം സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന പാത്രം എപ്പോഴും ശ്രദ്ധിക്കണം. അത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഐസ്ക്രീം അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. എയർ ഒട്ടും പോവാത്ത തരത്തിലുള്ള ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ പാത്രങ്ങൾ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് പാത്രങ്ങളുണ്ടെങ്കിൽ, ഗ്ലാസിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ചിലവരുടെ ഐസ്ക്രീമൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ് ഈ കറക്റ്റായിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വേണം ഐസ്ക്രീം സെറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും വെക്കാൻ. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചോക്കോബാറിന് ചോക്ലേറ്റ് വേണമല്ലോ. അപ്പം ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഞാനിന്ന് ചോക്കോബാറിനുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിന് 400 ഗ്രാമിന് 100 രൂപയാണ് വില വരിക. അതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ടിന് 85 രൂപയാണ് വില വരിക. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വേണം നമ്മളെപ്പോഴും ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ചേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഗ്ലാസ് ബൗൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഗ്ലാസ് ബൗൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അത് അടുക്കി പിടിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ ഗ്ലാസ് ബൗൾ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും, അത് അടിക്കൊന്നും പിടിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 100 ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്ലാസിൻ്റെ ബൗൾ പൊട്ടിപ്പോകുന്ന പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ ഗ്ലാസിൻ്റെ ബൗൾ ടച്ച് ചെയ്യുകയാണെങ്കിലാണ് പൊട്ടുന്നത്. ടച്ച് ചെയ്യാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ ബൗൾ പൊട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ ആരും പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഇവിടെ ചോക്ലേറ്റൊക്കെ ഞാൻ നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലൂസായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് തണുക്കാൻ വേണ്ടി വെച്ചേക്കണം. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്ത ശേഷം വേണം നമുക്ക് ചോക്കോബാറിനുള്ള മോൾഡിൽ ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഈ ചോക്കോബാറിനുള്ള ചോക്ലേറ്റ് ഉരുക്കിയെടുത്തപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ കുറച്ച് ബട്ടറും കൂടി നമ്മൾ ചേർത്ത് ഉരുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉരുക്കി കിട്ടും. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ചോക്കോബാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും പറ്റി പിടിക്കുന്ന രീതിയിൽ ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഒരുപാട് തിക്കായി പോവുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ പെർഫെക്റ്റായിട്ട് വരില്ല. അതുപോലെ ഒരുപാട് ലൂസാവുകയാണെങ്കിലും അത് ഒഴുകി വാട്ടർ പോലെ ആയിട്ട് അത് ആ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് എടുക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില്ലിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ ചില്ലിൻ്റെ ഗ്ലാസ് എടുക്കാം. ഏത് ഗ്ലാസ് എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ചോക്കോബാറിൻ്റെയൊക്കെ മോൾഡ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ആ ചോക്കോബാറിൻ്റെ മോൾഡ് എടുത്താലും മതി. അപ്പം ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ 5 മിനിറ്റിൽ ഇത് ഫ്രീസറിൽ വെക്കുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ആവില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്താൽ മതി. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇതിൻ്റെ പോലെ ഒന്ന് കവർ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് ഫ്രീസറിൽ വെച്ചാൽ മതി. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഏതാണ്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം.
അപ്പോൾ നിങ്ങളുടെ ഫ്രീസറിൻ്റെ കൂളിൻ്റെ അളവ് ഒരുപാട് തണുപ്പ് കൂടുതലാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് സെറ്റാവും. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇത് പുറത്തെടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ നോക്കിയിട്ട് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. അപ്പോൾ ചിലവരൊക്കെ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ഐസ്ക്രീം ചെയ്തപ്പോൾ 2 മണിക്കൂറായപ്പോഴേക്കും ഇതൊരുപാട് കട്ടയായി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വീണ്ടും എടുത്ത് പറയുന്നത്, ഫ്രീസറിലെ ടെമ്പറേച്ചർ നോക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഐസ്ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്ലാസ്സിൽ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഗ്ലാസ്സിലൊഴിച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്കോബാർ സെറ്റായി വരാനായിട്ട് ഒരു 8 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമ്മളൊരു രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായി വരും. ഇനി ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഫോം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ നന്നായിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോക്കോബാറിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ചോക്കോബാറിൻ്റെ സ്റ്റിക്കൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന കടകൾ അല്ലെങ്കിൽ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ചില സൂപ്പർ മാർക്കറ്റുകളിലും കണ്ടിട്ടുണ്ട്. ഇത് ബൾക്കായിട്ടാണ് വരിക, 1-2 ആയിട്ട് കിട്ടില്ല. ഞാനിപ്പോൾ വാങ്ങിച്ചപ്പോൾ 50 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ് എനിക്ക് കിട്ടിയത്. 20 രൂപയാണ് ആയത്. അപ്പോൾ ചോക്കോബാറിൻ്റെ സ്റ്റിക്ക് ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രീസറിൽ നിന്നും നമ്മുടെ ചോക്കോബാർ പുറത്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 8 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ നിന്നൊന്ന് വിടിയിച്ചെടുക്കണം. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് നമ്മുടെ ചോക്കോബാർ വിട്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ഈ ഗ്ലാസ് ഒന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നേരം ഒന്ന് വെക്കേണ്ട, ഒരു 30 സെക്കൻഡ് വല്ലതും വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ചോക്കോബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കുറച്ച് സമയം വേണം ഇത് സെറ്റായി വരാനായിട്ട്. അപ്പോൾ എല്ലാ പ്രോസസ്സും കൂടി ഒരു 10 മണിക്കൂർ നേരം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ചോക്കോബാറൊക്കെ സെറ്റായി വരും. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ കാലമല്ല, ഇപ്പോൾ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ചോക്കോബാർ എല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.